വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നതാ രാജസ്ഥാനിലെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിപ്പോ രാജസ്ഥാനിലെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു മെട്രോയില് കയറിയിട്ടുള്ളതാണ്. ഈ മെട്രോ കണ്ട എന്താ പറയാ, രാജസ്ഥാനിലെ ഒരു ആളൊഴിഞ്ഞ മെട്രോ. ഡൽഹി നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി മെട്രോയിൽ ആൾക്കാരേ ഇല്ല കേട്ടോ. ചെറിയൊരു മെട്രോ ആണ്, വളരെ കുറഞ്ഞ സ്ഥലത്തേക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെത്. അപ്പം എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മെട്രോയിലെ യാത്ര. അപ്പൊ ഇന്ന് നമുക്ക് ഇൻഷാല്ല രാജസ്ഥാനിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ജസ്റ്റ് ഹവാമാലിന്റെ ആ ഭാഗത്തേക്കൊന്ന് പോകുന്നു. അവിടെ ഒരു അടിപൊളി കോഫി ഷോപ്പ് ഉണ്ട്. ഹവാമാലിന്റെ മുകളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇന്ന് നമുക്ക് 2:45 തോന്നുന്നു നമുക്ക് ട്രെയിനുള്ള നേരെ ആഗ്രയിലേക്കാണ്. അപ്പം എന്തായാലും ഇൻഷാല്ല രാജസ്ഥാനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ മെട്രോന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മളെ ആൾക്കാരെ വെയിറ്റ് ചെയ്യും കയറാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും കുറഞ്ഞ ആൾക്കാരും ഉള്ളൂ, മെട്രോ ഇതും ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നവരെ, നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇവിടെ എത്തുന്നവരെ മെട്രോന്റെ ഡ്രൈവർ നമ്മളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. വാ 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 വാ, വേഗം കയറ് എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ രാജസ്ഥാനിലെ മെട്രോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്തത്. ഇനി വരുന്നവർക്ക് എന്തായാലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട്. ചെറിയ പോയിന്റുള്ള ഏരിയയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയി, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി മെട്രോ. മനസ്സിലാവും. ഈ എന്താ പറയാ, രാജസ്ഥാൻ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ നാടാണല്ലോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ എല്ലാ ഹോട്ടൽസ്, ബിൽഡിംഗ്, റെസ്റ്റോറന്റ് എല്ലാത്തിനും ചെറിയ ഷോപ്പുകൾ വരെ എന്താ ഒരു രാജകീയ പ്രൗഢിയുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര രസമുള്ള കാഴ്ചകളാണെന്ന് പറയില്ലേ. അടിപൊളി, ഭയങ്കര ഒരു ആംബിയൻസ് ആണ് രാജസ്ഥാനില്. പറയാതിരിക്കാൻ വയ്യ. ജയ്പൂർ സിറ്റി ഒക്കെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി, ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും രാജസ്ഥാനിലെ ഇന്നത്തെ ലാസ്റ്റ് ഡേ നമുക്ക് എങ്ങനെയൊക്കെയാണ് ആഗ്രയിൽ എത്തുന്നവരെയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കാം. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ കവർ ചെയ്യാത്ത കുറച്ച് ഏരിയാസ് കവർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ നോക്കണം എന്ന് കരുതിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഏകദേശം 2:30 നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിക്കും വേണം. അപ്പം ഹവാമൈലിൻ്റെ മുമ്പ് നിന്നുള്ള കുറച്ച് ഷോ ആണ് കേട്ടോ അത്. ഇവിടെ കംപ്ലീറ്റ് ഷോപ്പുകൾ ഞാൻ പറഞ്ഞില്ലേ, 2 സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ എസ്തെറ്റിക് ആയിട്ടുള്ള, ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമുക്ക് എന്തൊക്കെ ഒരു മെമ്മറി ആയിട്ട് യൂസ് ആക്കാമെന്ന് കരുതിയിട്ടൊക്കെ നമുക്കൊന്ന് വാങ്ങിക്കാം. ഇനി ഹവാമൈലിൻ്റെ കംപ്ലീറ്റ് വ്യൂ കാണുന്ന ഒരു അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു കഫേ ഷോപ്പ് ഇവിടെ മുകളിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ പോകണം കേട്ടോ. അവിടുത്തെ റേറ്റ് അറിയണം. എനിക്ക് തോന്നുന്നത് 1200 രൂപയ്ക്ക് നമ്മൾ മെയിനായിട്ട് എന്തായാലും അവിടെ പേയ്മെൻറ്റ് കൊടുക്കണം, അതിൻ്റെ മുകളിൽ പോയിട്ട് ഈ ഹവാമൈലിൻ്റെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെന്തായാലും അവിടെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളത് ജസ്റ്റ് താഴേക്ക് തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ചെരുപ്പൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം എന്ന് കരുതിയതാണ്. ചപ്പൽസൊക്കെ നോക്കുന്നുണ്ട്. നല്ലതാണ്. ഇതൊക്കെ ഒരു ട്രഡീഷണൽ ഓരോ രാജകീയ ഒരു രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ചെരുപ്പുകളാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അടിപൊളി ചെരുപ്പായിരുന്നു. നമ്മൾ ഇവിടുന്ന് അല്ലെങ്കിലും നമ്മൾ ചെരുപ്പ് രാജസ്ഥാനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനി ടൈപ്പ് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ചെരുപ്പല്ലാന്നുള്ളൂ. ഓക്കെ. അപ്പം പിന്നെ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ആ ഡ്രസ്സിലൊക്കെ ഓരോ എന്താ പറയുക, ഓരോ ഇതുണ്ട്, തീമുണ്ട്. ഓരോ ഡ്രസ്സിനും ഓരോ ചെരുപ്പിനും വളകൾക്കൊക്കെ ഓരോ തീം ആണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിക്കാൻ നേരത്താണ് ഓട്ടോ ഒന്നും വരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഏതോ ഒരു വലിയ VIP ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പോലീസുകാരും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ കുറച്ച് നേരം ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കൂലേ എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ടാക്സി കിട്ടാൻ നേരെ വൈകി. പിന്നെ നമ്മൾ നേരെ ജൽമഹലിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ എത്തി ഒക്കെ ഒരു സറൗണ്ടിങ്സിലാണെങ്കിൽ പോലും കുറച്ച് നേരം എടുക്കും, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഏതായാലും നമ്മളിവിടെ എത്തി. ജൽമഹലിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് മെയിനായിട്ട് ജൽമഹലിൻ്റെ ഏരിയയ്ക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡേ ടൈമിലെ വ്യൂ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇഷൂനും ജൂജൂനും ഒട്ടകപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് കവറാക്കിയിട്ട് പോകാമെന്ന് കരുതി. പിന്നെ അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് രാജസ്ഥാനി കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പം അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ എനിക്ക് തോന്നുന്ന കോസ്റ്റ്യൂം ആ ഫോട്ടോക്ക് 300 150 അങ്ങനെ എന്തോ ഒരു റേഞ്ചാണ് തോന്നുന്നുണ്ട്.
എനിക്കിപ്പോൾ അത്ര ഒരു ഓർമ്മയിട്ടില്ല. കുറച്ച് ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ വന്നിട്ട് കുറച്ചായല്ലോ. എഡിറ്റിങ്ങിൻ്റെ ഈ ഒരു കാലതാമസം കൊണ്ട് കുറേ മെമ്മറീസൊക്കെ എന്താ പറയുക, അത്ര ഒരു കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളൊന്നും ഓർമ്മ വന്നില്ല. എന്തായാലും നമുക്കൊരു മെമ്മറി ആയിട്ട് ഇവിടെ പോയാൽ എന്തായാലും ഈ ഒരു മെമ്മറിയും ഈ ഒരു കോസ്റ്റ്യൂമും ഇവരുടെ എല്ലാം നമ്മൾ എന്താ പറയുക ട്രൈ ആക്കണം. നമ്മൾ ഏത് നാട്ടിൽ പോകുന്നോ അവിടുത്തെ നമ്മൾ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. എന്നാലല്ലേ നമ്മളവിടെ പോയതിനുള്ളൊരു തെളിവും കാര്യങ്ങളും നമുക്കൊരു ലൈഫ് ലോങ് അത് എക്സ്പീരിയൻസ് ആയിട്ട് നോക്കുള്ളൂ. അല്ലാണ്ട് നമ്മളവിടെ പോയിട്ട് നമ്മളെ ഈ ഒരു കേരളീയ ടച്ചിൽ തന്നെ നിന്നാൽ നമുക്കൊന്ന് ചിലവർക്കുണ്ടാവും യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ നിൽക്കുന്നത്, അവർ ഫുഡും കാര്യങ്ങളൊക്കെ കേരള ഫുഡ് തന്നെ വേണം എന്ന് വാശിപ്പിക്കുക. അപ്പം ഞാനൊക്കെ ഫസ്റ്റ് ടൈം അങ്ങനെയായിരുന്നു. പിന്നെ ട്രാവൽ ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അവിടുത്തെ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ആ ഒരു കൾച്ചറിനായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് സെറ്റായി പോകും. രാജാവ് മുള്ളംപാറയിലെ രാജാവ്. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരത്തെ കുറച്ച് പ്രഹസനം എന്ന് പറഞ്ഞില്ലേ, ആ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ഫോട്ടോ ഒക്കെ എഴുതി തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. 3 ഫോട്ടോ നമ്മൾ ഇത് അവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ എഴുതി. അപ്പോൾ ജൽമഹലിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആയി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഡേ ടൈമിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ചരിത്രമൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ 3 ഫോട്ടോ നമ്മൾ കേൾക്കിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ വോയിസ് കൊടുക്കാൻ കാരണം അവിടെ ഭയങ്കര സൗണ്ടുകളാണ്. വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ നമ്മൾ ഫൈനലി നമ്മളിതാ ഒട്ടകത്തെ കണ്ടു. ഒട്ടകത്തിനുള്ള ചാർജും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഫസ്റ്റ് ടൈമൊക്കെ എല്ലാത്തിനും ഒരു നല്ല റേറ്റ് ആട്ടോ പറയുക. അപ്പോൾ നമ്മൾ അവിടുന്ന് യൂസ് ആക്കാണ്ട് പോകുന്നത്. പിന്നെ എന്താ പറയുക, വേറെ എവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ മൈൻഡിലുണ്ട് എന്തായാലും ജൂജുവിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റണമെന്ന്. പിന്നെ ഇതുപോലെ ഒരു റിക്ഷയാണ് കേട്ടോ അവിടെ മെയിനായിട്ടുള്ളത്. ചൂടുണ്ടോ വെച്ചാൽ ക്ലൈമറ്റ് അത്യാവശ്യം ചൂടുണ്ട്, രാജസ്ഥാനല്ലേ. അപ്പം ഈ ഒരു ഭയങ്കര അറക്കുന്ന ബട്ട് ഞങ്ങൾ പോയ സമയത്ത് ആ ഒരു ഫെബ്രുവരി സമയത്തല്ലേന്നോ, അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലൊക്കെ രാജസ്ഥാനിലാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് കമ്പാരിറ്റീവ്ലി ചൂട് കുറവാണ്. ഇപ്പം ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ തന്നെ അത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. രാജസ്ഥാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറം ചൂടാണ്. പിന്നെ അത് നമ്മൾ ഒട്ടകത്തിന് കിട്ടി. അപ്പം ഒട്ടകത്തിന് നമുക്ക് അഫോർഡബിൾ പ്രൈസിന് തന്നെ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കയറ്റിയിട്ടുള്ളത്. ചിലർ ഹയർ പ്രൈസ് ആയിരിക്കും ഫസ്റ്റ് തന്നെ പറയാം. നമ്മൾ പ്രത്യേകിച്ച് മലയാളീസ് ആകുമ്പം ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ എന്താക്കണം, എല്ലാത്തിനും പ്രൈസ് കുറച്ച് ഞാൻ ഒരു മാക്സിമം കുറച്ചൊക്കെ തരും. മക്കളുടെ ആഗ്രഹപ്രകാരം ഒട്ടക സവാരിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ ജൽമഹലിനോട് വിധ പറയുകയാണ്. അപ്പോൾ ജൽമഹലിൽ നേരെ നമ്മളിതാ ഒരു റിക്ഷയിൽ കയറിയിട്ട് ഒരു 30 രൂപയൊക്കെ ആയിട്ടുള്ളൂ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കാൻ റെസ്റ്റോറൻറ്റില്ലേ നമ്മൾ നൈറ്റിൽ ഫുഡൊക്കെ കഴിക്കാറുണ്ടായിരുന്നു, അവിടെ പോയിട്ട്. ഇത് ആക്ച്വലി എന്താ പറയുക, മാങ്ങ പുഴുങ്ങിയ സംഭവമാണ്, മാങ്ങയാണ്. അപ്പം പച്ചമാങ്ങ പുഴുങ്ങിയതാണ്. അപ്പം ഇത് ആക്ച്വലി ഇവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ഒരു മന്തിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു ഫുഡ്. അപ്പം അത്യാവശ്യം മക്കൾ ഇവിടുന്ന് അധികം ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫുഡാണ് കേട്ടോ. ഇവിടുത്തെ റൈസ് ഇവിടുത്തെ ഇതാണ് ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ജീരക റൈസൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസം പോലും മര്യാദ കഴിക്കാൻ കഴിയാതെ നമ്മൾ വേഗം ഓട്ടോയിൽ നേരെ റൂമിലേക്ക് പോയിട്ടോ. പോകുന്ന സമയത്ത് ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ പെട്ടുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താനും നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഓടി നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ വിഷ്വൽസ് എൻ്റെ ഫോണിലുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഈ ഒരു ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടോ. കറക്റ്റ് ടൈമിങ് തന്നെയായിരുന്നു നമ്മളുടെ. ബട്ട് ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ബ്ലോക്കിലും കാര്യങ്ങളൊക്കെ പെട്ടുപോയി. പിന്നെ ഓട്ടോ സ്പീഡല്ലേ കിട്ടും. ഏതായാലും ട്രെയിനിൽ സ്ഥലം പിടിച്ചു ഓടി. എങ്ങനെയുണ്ട് ഓട്ടം മുത്ത് ഇങ്ങനെ ജീവിതത്തിലൂടെ ഈശോ ഓനിപ്പോ ട്രെയിന് കിട്ടാത്തതോ വൈകിയതോ ഒന്നും വിഷയമല്ല. ഓൻ കുറെ അങ്ങോട്ടോടി കുറെ ഇങ്ങോട്ടോടി. ഓനിപ്പോ ലേസാ വണ്ടി അല്ലേ. ഓക്കെ, ഓന്റെ കേസ് പത്രല്ലേ ഉള്ളൂ. രാജസ്ഥാനിലെ രാജസ്ഥാൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നു ഗൈസ്.
ഓരോ നാടുകളും വിസിറ്റ് ചെയ്യുമ്പം അവിടുത്തെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത് വെച്ചാൽ അവിടെ പ്രത്യേകമായിട്ടൊരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ, രാജസ്ഥാൻ രാജകീയ പ്രൗഢയാണ്. അങ്ങനെ നമ്മളത് ആ സീറ്റിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ, 28, 27, 29 ഒക്കെ ആയിട്ട് ഇഷ്യൂ മേലെ ഇരിക്കുന്നുണ്ട്. രാജസ്ഥാനിലൊന്നും നമുക്ക് പ്ലാറ്റ്ഫോമും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ടൈം പോകില്ല. അതുകൊണ്ട് തന്നെ ഒരു ആൾ പറയും നമുക്ക് ആഗ്രയ്ക്കുള്ള പ്ലാറ്റ്ഫോം ആ ഒരു സെക്ഷനാണ് പറയും, ആഗ്രയ്ക്കുള്ള ട്രെയിൻ ഈ സെക്ഷനിലാണെന്ന് പറയും. അങ്ങനെ പ്ലാറ്റ്ഫോം മാറി മാറി കളിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കൂടെ ഓടി ഞങ്ങളൊരു അവശ നിലയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി പിന്നെ എന്താ വെച്ചാൽ അത്രക്കും ഹാർട്ട് ബീറ്റ്സൊക്കെ കൂടി എനിക്ക് ശ്വാസം മര്യാദയ്ക്ക് ബ്രീത്തിങ്ങിന് ഭയങ്കര ഇഷ്യൂ പോലെ തോന്നി. ഒന്നാമത് നമുക്ക് ആഗ്രയ്ക്ക് അങ്ങനെ അത്ര ട്രെയിനും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് രാജസ്ഥാനിൽ കുറവാണ്. അപ്പം അതെന്നെ കിട്ടിയത് നമ്മളൊരു ലക്കായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പം അതെന്നെ മിസ് ഔട്ട് ആക്കുക, പിന്നെ അത് ഭയങ്കര ഒരു സങ്കടം പോലെ തോന്നി. ഓൾറെഡി ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ. ഏതായാലും റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ കിട്ടി, പിന്നെ പോയ ശേഷമാണ് നമുക്ക് ഒരു സമാധാനമായത്. നമ്മൾ തേർഡ് AC ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എടുത്തിട്ടുണ്ടായിരുന്നല്ല, നമുക്ക് കിട്ടിയത് അതാണ്. കാരണം എന്താ വെച്ചാൽ അതേ കിട്ടാനുള്ളൂ. അത് തന്നെ നമ്മൾ എന്തോ ഒരു ലക്കിന് ആ ഒരു ടൈമിൽ കിട്ടിപ്പോയതാണ്. ഇനിയിപ്പം രാജസ്ഥാനിൽ ആഗ്രയ്ക്ക് പറഞ്ഞത് കുറച്ച് ട്രാവൽ കുറച്ചധികം ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ് ബസ്സിനും കാര്യങ്ങളൊക്കെ പോകുക എന്നുള്ളത്. അതിലേക്കാരം ഒന്നുകൂടെ ട്രാവലിംഗ് ഈസി ട്രെയിനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്തിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്, എങ്കിൽ പോലും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും രാജസ്ഥാനിൽ പോകണോ എന്ന് എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഡെഫിനറ്റ്ലി ഇനിയും പോകണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം രാജസ്ഥാൻ ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയും കവർ ചെയ്യാൻ ഒരുപാട് ഏരിയാസും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. കാരണം അത്രക്കും വലുതാണ് രാജസ്ഥാനിലെ ഓരോ പ്ലേസസും. അപ്പം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ലൊക്കേഷൻസും കിടക്കുന്നത് 500 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്ത് എത്തേണ്ട പ്ലേസസാണ്. സോ അങ്ങോട്ടൊക്കെ ഒന്നുകൂടെ പോകണം ഇൻഷാല്ലാ. അപ്പം എനിക്കിതാ ഒരു ഉച്ചയുടെ ടൈമല്ലേ, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ പോവാണ്. എനിക്ക് തോന്നുന്നത് ഞാനൊരു 10-15 വർഷമായിട്ട് ഡെയിലി റൂട്ടീനായിട്ടുണ്ടായിരുന്നു ഉച്ചയുറക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10-25 മിനിറ്റ് ആയാലും എനിക്ക് ഉറങ്ങണം എന്നായിരുന്നു. ആ റൂട്ടീൻ ഈ ഒരു ട്രാവലിങ്ങിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള യാത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ഉറക്കമൊന്നും സെറ്റാവില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ യാത്രയിലേക്കാരം, അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഉറക്കമൊക്കെ മിസ്സായിപ്പോവും. അപ്പം ഒരു യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഉറക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യും. ഓരോ ട്രാവലിലും ഓരോ വ്യത്യസ്ത കാഴ്ചകളും ഓരോ അനുഭവങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ സത്യമാണ്. എന്താ തിന്നണേ? പിന്നെ തേർഡ് AC എടുക്കുന്നവരോട് ലോങ് യാത്രയിൽ തേർഡ് AC അത്ര ഫാമിലിക്ക് സ്യൂട്ട് ആവില്ല കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. കാരണം നോർത്തിലൊക്കെ പ്രത്യേകിച്ച് പോകുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം യാത്രയിൽ ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു നൈറ്റ് ആവാറായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള വ്യത്യസ്ത കാഴ്ചകളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് ഏകദേശം നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് സീറ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന അവർ നമുക്ക് ഏകദേശം ഇന്ന് അടുത്തെത്താറായിട്ടുണ്ട്. പിന്നെ മക്കളെയും കൊണ്ടാക്കുമ്പോൾ നമുക്ക് ലഗേജ് എടുക്കൽ അതൊക്കെ ഒരു വലിയ ടാസ്ക്കാണ്. അപ്പം എന്തായാലും ഒരു 9:30 ഒരു സമയം ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഭയങ്കര റഷാണ്. നമ്മൾ ഫോൺ പിടിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്, കയ്യിൽ നിന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ വിഷ്വൽസ് മാത്രമൊക്കെ ഞാനിങ്ങനെ ആഡ് ഓൺ ചെയ്യുന്നുള്ളൂ. ആഗ്രയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. കുട്ടികളെ ഓട്ടോറിക്ഷക്കാരൻ്റെ അപ്പുറം പോയിട്ടുണ്ട്. എവിടെ? ആ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോണത്. ഓ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിൽ കയറി
ഇനി എവിടേക്കാണ് പോണ്? നേരെ റൂമിക്ക്. भाई साहब नाम क्या है? आजाद खान और पप्पू भाई. आसाद खान. ओके. मेरा नाम इब्राहिम.